നിന്ന് 43,000 അടി ഉയരെ ആകാശത്ത് ഏകദേശം 3 മിനിറ്റ് നേരമാണ് രാജ്യത്തിൻ്റെ പതാകയുമായി ജിതിൻ ചെലവഴിച്ചത്. വലിയ റെക്കോർഡ് നേട്ടമായിരുന്നു. ആ നേട്ടത്തിൻ്റെ പുരസ്കാരം ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് രാഷ്ട്രപതി സമ്മാനിക്കുകയുണ്ടായി. श्री जितिन मलयल कत्तूट विजय द्वारा सपाट उड़ान में 2 मिनट 47 सेकंड का सबसे लंबे समय तक का फ्री फॉल रिकॉर्ड है. അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഈ പുരസ്കാരം നേടി വന്നു, ഇപ്പോൾ എന്താണ് തോന്നുന്നത്? സന്തോഷം. പിന്നെ എല്ലാവരോടും, ഈശ്വരനോടും, ഫാമിലിയോടും, ഫ്രണ്ട്സിനോടും, പിന്നെ എൻ്റെ ഇൻസ്ട്രക്ടേഴ്സ് എല്ലാവരോടും താങ്ക് യു. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിയോ? ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി വരുന്നു. ഇപ്പോഴും വലത്തെ കൈക്ക് പ്രശ്നമുണ്ട്, ചില മൂവ്മെൻറ്റ്സിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് തൻ്റെ ഇടമെന്നൊക്കെ കണ്ടെത്താനൊരു ചിന്ത തോന്നിയത് എപ്പോഴാണ്? സ്കൈ ഡൈവിങ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട്. പിന്നെ ഒരിക്കൽ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്താണ് കാണുന്നത് ഒരു 40,000 അടി ഉയരത്തിൽ നോർമൽ ഫ്ലൈറ്റുകൾ, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ ഫ്ലൈ ചെയ്യുന്നു. എന്നാൽ നമ്മൾ സ്കൈ ഡൈവ് ചെയ്യുന്നത് ഒരു 15,000 അടി ഉയരത്തിലാണ്. ഒരിക്കൽ എവറസ്റ്റിൽ പോകാൻ കഴിയാതെ ആണ് സ്കൈ ഡൈവിങ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ഇന്ത്യൻ പതാകയുമായിട്ട് എവറസ്റ്റിനേക്കാൾ വലിയ ഉയരത്തിൽ പോകാം എന്നുള്ള ഇതിലാണ് ആ ഒരു 43,000 അടി ഉയരത്തിൽ നിന്ന് ജമ്പ് ചെയ്യാന്നുള്ള ഒരു മിഷനിലേക്ക് വന്നത്. ഒരു ഫാമിലി മാനാണ്. ആ തൊഴിലിടം പോലും മറ്റൊരു മേഖലയാണ്. അതിൽ നിന്നാണ് സ്കൈ ഡൈവിങ്ങിലേക്ക് താല്പര്യപ്പെട്ട് ചെല്ലുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അതിജീവിച്ച് പോകുന്നത്? ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫീസിലെ കാര്യത്തിലാണെങ്കിലും ഒരു എൻഡൈമെൻഷൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് സ്മാർട്ട് സിറ്റിയിൽ. എൻ്റെ പാർട്ട്നേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം നല്ല സപ്പോർട്ടുണ്ട്. പ്രത്യേകിച്ച് ആകാശത്ത് വലിയ അനന്ത സാധ്യതകളുള്ള ഒരു മേഖല കൂടിയാണ്. എന്താണ് ഒരു ഫ്യൂച്ചർ പ്ലാൻ? നമ്മൾ പുറത്തേക്ക് ട്രാവൽ ചെയ്താൽ യൂറോപ്പിലൊക്കെ ഒരുപാട് കുട്ടികൾ പോലും ചെയ്യുന്നത് കാണാം. എയ്റോ മോഡലിംഗ്, ഡ്രോൺ പൈലറ്റിംഗ്, ഹാൻഡ് ഗ്ലൈഡിങ്. അപ്പം ഇതെല്ലാം നമ്മുടെ കേരളത്തിലുള്ളവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾക്കും ഇതുപോലത്തെ ഒരു സ്പേസ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അതിന് ഇൻവെസ്റ്റേഴ്സൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും കേരളത്തിലൊരു എയ്റോ സ്പോർട്സിനൊരു സ്പേസ് ഉണ്ടാവും. പുതിയ തലമുറയ്ക്കാണെങ്കിൽ പോലും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോലും തോന്നുന്നത്. അപ്പോൾ അവർക്ക് ഉതകും വിധത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള ആഗ്രഹങ്ങളുണ്ടോ? പലപ്പോഴും നമ്മളൊരു കാര്യത്തിലേക്ക് നമുക്ക് ഇറങ്ങാത്തത് ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ടാണ്. കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ് എയ്റോ മോഡലിംഗ് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ കുറേ എയർ സ്പോർട്സുകൾ, ഇതെല്ലാം ഒരിക്കലെങ്കിലും നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ അതിൽ നിന്ന് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും എനിക്ക് പറ്റുന്നത് ഏതാണ്. എന്നിട്ട് അതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർ തീർച്ചയായും ഈ യൂറോപ്യൻസിൻ്റെയും അമേരിക്കൻസിൻ്റെയും ഒക്കെ ആ സ്റ്റാൻഡേർഡിലേക്ക് അവരും എത്തുന്നതായിരിക്കും. ആകാശത്തിൻ്റെ അനന്ത സാധ്യതകൾ ഒരുപാടാണ്. ആ അനന്ത സാധ്യതകളിലേക്ക് കടക്കാൻ നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്ക് കൂടി ഉതകുന്ന തരത്തിലുള്ള എല്ലാവിധ സപ്പോർട്ടും ജിതിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത്തരത്തിലുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ ജിതിനുമായി കൈകോർക്കാം. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ആളാണല്ലേ ജിതിൻ വിജയൻ. ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം ചേർന്നുണ്ട്. ശ്യാം, ഈ എയ്റോ സ്പോർട്സിന്റെ സാധ്യതകൾ കേരളത്തിൽ പ്രായോഗികമാക്കാനുള്ള ശ്രമമാണ് ജിതിൻ്റെ അടുത്ത ലക്ഷ്യം അല്ലേ? ജിതിന് ഈ ഒരു റെക്കോർഡ് നേട്ടം കരസ്ഥമാക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഏറെ അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണ്. കാരണം കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയാണ്. ആ ബാലുശ്ശേരി സ്വദേശി ഈ സ്കൈയിൽ തൻ്റെ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു റെക്കോർഡാണ് ജിതിൻ കരസ്ഥമാക്കിയത്. ഇനി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മേഖലയിലേക്ക് വളർന്നു വരുന്ന പുതിയ തലമുറയെ അടുപ്പിക്കുക എന്നതാണ്. ഇത്തരം എയർ സ്പോർട്സിനോട് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ ജിതിന് താല്പര്യമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ളൊരു പുതിയ രീതിയിലുള്ളൊരു സംരംഭം ഒരുക്കാൻ ജിതിൻ തയ്യാറാണ്. അതിന് ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ ഈ സഹായവുമായി എത്തുകയാണ് എങ്കിൽ അതിനൊപ്പം ചേർന്ന് നിന്ന് ഈ ആകാശത്തെ അനന്ത സാധ്യതകൾ ജിതിൻ മറ്റുള്ള ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കും. നിലവിലിപ്പോൾ കൊച്ചിയിൽ തന്നെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ജിതിൻ ജോലി ചെയ്യുന്നത്. അതിനിടയിലാണ് ഈ സ്കൈ ഡൈവിങ്ങിനോടുള്ള പാഷനെ തുടർന്ന് ഈ മേഖലയിലേക്ക് കടക്കുന്നതും ഇത് വലിയൊരു റെക്കോർഡ് നേട്ടം കരസ്ഥമാക്കുന്നതും. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഡൽഹിയിൽ വെച്ച് ഇതിൻ്റെ പുരസ്കാര വിതരണം. ആ പുരസ്കാര വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് കൈമാറിയത്. അത് വളരെ സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇനിയും ഈ മേഖലയിൽ ഒരുപാട് ഇടങ്ങൾ
ജിതിന് ഒരുപാട് എത്തിപ്പിടിക്കാനുണ്ട്. നേട്ടങ്ങൾ ഉണ്ടാവാൻ സ്വാഭാവികമായിട്ടും ഒരുപാട് നേട്ടങ്ങൾ സാധ്യമാകട്ടെ ജിതിന് എന്ന് നമ്മളും ആശംസിക്കുകയാണ്.